നമസ്കാരം. യുഎഇയിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക എന്നുള്ളത് പലരുടെയും സ്വപ്നമാണ്. അത്രയ്ക്ക് കടുത്ത പരീക്ഷകളിലൂടെ കടന്നുപോയാൽ മാത്രമേ ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് യുഎഇയിൽ കിട്ടുകയുള്ളൂ. യുഎഇ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇത്രയും കഷ്ടപ്പെട്ട് കിട്ടിയ ലൈസൻസ് കൈവിട്ടു പോയാൽ എന്ത് ചെയ്യും? സൂക്ഷിച്ചില്ലെങ്കിൽ കയ്യിൽ കിട്ടിയ ലൈസൻസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ കൃത്യമായ നിയമങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെയുള്ള രാജ്യമാണ് യുഎഇ. ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയാണ് സർവ്വപ്രധാനം. ജനങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും യുഎഇ പോലൊരു രാജ്യം കാണിക്കില്ല. കഴിഞ്ഞ വർഷം നിരവധി റോഡ് അപകടങ്ങളാണ് യുഎഇയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വൻ മാറ്റമാണ് യുഎഇയിൽ ഇനി വരാൻ പോകുന്നത്. യുഎഇയിൽ പരിഷ്കരിച്ച ട്രാഫിക് നിയമം ഈ മാസം 29 മുതൽ നിലവിൽ വരും. ഈ നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട ഭേദഗതികളാണ്. ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിൽ നിന്ന് 3 വിഭാഗങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് യുഎഇ. വിദേശ രാജ്യത്തെ സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമുള്ളവർ, രാജ്യാന്തര ലൈസൻസ് ഉള്ളവർ, സന്ദർശക വിസയിൽ എത്തിയവരും നേരത്തെ പറഞ്ഞ 2 ലൈസൻസുകളിൽ 1 കൈവശമുള്ളവർ എന്നിവർക്കാണ് ഇളവ് ലഭിക്കുക. മലയാളികൾ ഉൾപ്പെടെ കുറഞ്ഞ കാലയളവിലേക്ക് യുഎഇയിൽ എത്തുന്ന വിദേശികൾക്ക് മാതൃരാജ്യത്തെ ലൈസൻസ് ഉപയോഗിച്ച് തന്നെ യുഎഇയിൽ വാഹനം ഓടിക്കാം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ചാൽ തടവും പിഴയുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് ഓർക്കണം. വാഹനവുമായി റോഡിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതും ഗുരുതര നിയമലംഘനമായി തന്നെ യുഎഇ കണക്കാക്കും. പിടിക്കപ്പെടുന്നവർ വ്യക്തിഗത വിവരം നൽകാതിരുന്നാലും അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ നൽകിയാലുമൊക്കെ അറസ്റ്റ് ചെയ്യാനാണ് നിർദ്ദേശമുള്ളത്. ഇനി അപകടമുണ്ടാക്കി ഒളിച്ചോടാൻ നോക്കിയാലോ? അധികൃതർ നിങ്ങളുടെ പിന്നാലെ എത്തും. കേടുപാടുകളുള്ള വാഹനങ്ങളുമായി റോഡിൽ ഇറങ്ങിയാലും പിടിച്ചെടുക്കും. ലൈസൻസ് കൈവശമില്ലാതെ വാഹനം ഓടിക്കുന്നതും ശിക്ഷാർഹമാണ്. നിയമലംഘനം ആവർത്തിച്ചാൽ വാഹനം പിടിച്ചെടുക്കുകയും മറ്റ് നിയമ നടപടികളിലേക്ക് യുഎഇ കടക്കുകയും ചെയ്യും. ഇനി വാഹനത്തിന്റെ രൂപവും ഭാവവും ഒക്കെ അനുമതി കൂടാതെ മാറ്റിയാൽ വാഹനം അധികൃതർ എടുത്തോണ്ട് പോകും. യുഎഇ അംഗീകരിക്കാത്ത ഡ്രൈവിംഗ് ലൈസൻസുമായി വാഹനം ഓടിച്ചാലോ ആദ്യഘട്ടത്തിൽ 2000 മുതൽ 10,000 ദിർഹം പിഴയായി നൽകേണ്ടി വരും. ഇനി നിയമലംഘനം ആവർത്തിച്ചാലോ 3 മാസത്തിൽ കുറയാത്ത തടവും 5000 മുതൽ 50,000 വരെ ദിർഹം പിഴയായും കൊടുക്കേണ്ടി വരും. ഇനി ലൈസൻസിൽ ഉൾപ്പെടാത്ത വാഹനങ്ങളാണ് ഓടിക്കുന്നതെങ്കിലോ 3 മാസം വരെ തടവും 20,000 ദിർഹം മുതൽ 1 ലക്ഷം ദിർഹം വരെ പിഴയുമാണ് ശിക്ഷയായി ലഭിക്കുക. ലൈസൻസിംഗ് അതോറിറ്റിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനോ റദ്ദാക്കാനോ പുതുക്കൽ നിരസിക്കാനോ ഒക്കെ അധികാരമുണ്ടെന്ന് ഓർക്കണം. ലൈസൻസ് സസ്പെൻഷൻ, അസാധുവാക്കൽ, പുതുക്കാതിരിക്കൽ, ഡ്രൈവർ പുനഃമൂല്യനിർണ്ണയ പരിപാടികൾ എന്നിവയ്ക്കുള്ള നടപടിക്രമങ്ങളും വ്യവസ്ഥകളും എക്സിക്യൂട്ടീവ് ബൈലോകളിൽ പറയുന്നുണ്ട്. ഇനി എന്തിനാണ് യുഎഇ ട്രാഫിക് നിയമത്തിൽ ഇത്രയും മാറ്റം വരുത്തിയതെന്ന് ചോദിച്ചാൽ റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുക, നിയമലംഘനങ്ങൾക്ക് കർശനമായ പിഴകൾ ചുമത്തുക, ലൈസൻസിംഗ് ആവശ്യകതകൾ കൂടുതൽ ഫലപ്രദമായി നിയന്ത്രിക്കുക എന്നിവയൊക്കെയാണ് യുഎഇയിലെ പുതിയ ട്രാഫിക് നിയമം കൊണ്ട് ലക്ഷ്യമിടുന്നത്. സൂക്ഷിച്ച് വാഹനം ഓടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് അധികാരികൾ സസ്പെൻഡ് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.